ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊരു പുട്ടാണ്. പുട്ടെന്ന് പറയുമ്പം വേറൊരു രീതിയിൽ എന്നും നമ്മളുണ്ടാക്കുന്ന പുട്ട് പോലല്ല. ഒരു പാൽപുട്ടെന്ന് പറയും, ക്യാരറ്റ് പുട്ടെന്ന് പറയും, ഏത് രീതിയിലും പറയാം. ഇതിനകത്ത് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, ക്യാരറ്റ് പുട്ടെന്നും പറയാം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഞാൻ പാൽപുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ പുട്ടുപൊടി എടുത്ത് നനച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നനച്ചതിന് ശേഷം ഞാനത് മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പൾസ് ചെയ്തെടുത്താൽ മതി, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ്. അപ്പോഴത്തേനും പുട്ടുപൊടി നല്ല സോഫ്റ്റായി കിട്ടും. അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിടും. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ, ഇതിലേക്ക് ഇനിയും 2 സ്പൂണ് പഞ്ചസാര, 2 സ്പൂണ് പാൽപ്പൊടി, 2 സ്പൂണ് നെയ്യ്. ഈ പാൽപ്പൊടി, നെയ്യ്, പഞ്ചസാര ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം, ഓരോരുടെ ടേസ്റ്റ് അനുസരിച്ച്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പുട്ടാക്കി എടുത്താൽ മതി. പുട്ടുപൊടി ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഇതിനും കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ അടച്ചു വെക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുതിർന്ന് നല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആകും. നമുക്കത് ആവശ്യമനുസരിച്ച് ഇനി പുട്ട് പുഴുങ്ങിയെടുത്താൽ മതി. നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ പഴമോ കടലയോ പപ്പടമോ ഒന്നും ഇല്ലാതെ ഇത് തന്നെയായിട്ട് കഴിക്കാൻ പറ്റും. പുട്ട് എത്ര ഇഷ്ടമില്ലാത്തവരും ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഇത് കഴിക്കും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിലെ ബെല്ലൈക്കനോടൊന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെയും ബൈ ബൈ.